ഹലോ ഫ്രണ്ട്സ്, ഹിമാലയൻ ഓണേഴ്സ് ഫേസ് ചെയ്യുന്നൊരു കോമൺ ഇഷ്യൂ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്. അത് ബാക്ക് ബ്രേക്ക് ഓടിക്കുമ്പോൾ വൺ സൈഡ്, അതായത് ബാക്ക് ബ്രേക്ക് ഓടിക്കുമ്പോൾ അതായത് റൈറ്റ് സൈഡിലേക്ക് വണ്ടി വലിയുന്നൊരു പ്രവണത. അപ്പോൾ അതിൻ്റെ ഇഷ്യൂ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അതേപോലെ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് അത്. വൺ സൈഡ് വണ്ടി വലിയുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് എക്സാമ്പിൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയുമോ? അതായത് ഈ വണ്ടിയുടെ സെൻറ്റർ ഭാഗം ഇങ്ങനെ പോകുമ്പോൾ ഇതുണ്ടോ, ഈ ഹാൻഡിൽ ബാറിൻ്റെ അവിടെ ഒരു സംഭവം ഇതുണ്ടോ, ഒരു സ്ക്വയറായിട്ട്. ഇതിപ്പോൾ ഹാൻഡിൽ ബാർ ചരിഞ്ഞാണിരിക്കുന്നത്. സെൻറ്ററിലേക്ക് ആക്കിയാൽ തന്നെ ഫ്രണ്ട് ടയർ നിൽക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന്, ഫ്രണ്ട് ടയർ ഒരു ഭാഗത്തേക്ക് ചരിഞ്ഞിട്ടാണ്. വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് ഷോക്ക് അബ്സറിൻ്റെ ബെയറിംഗ് കംപ്ലയിൻറ്റ് വന്നാൽ വൺ സൈഡ് വലിയും. പിന്നെ അല്ലാണ്ട് നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് ആക്സിഡൻ്റ് ആവുകയോ വീഴുകയോ ചെയ്യുന്നതുകൊണ്ട് ചേസിന് പ്രശ്നം വന്നാലും, അത് ബോഡി ചേസിന് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇഷ്യൂ വരുന്നതായിരിക്കും. അത് കാരണം വണ്ടി വൺ സൈഡ് വലിയ അല്ലെങ്കിൽ ഇതുപോലെ ചരിഞ്ഞിരിക്കുക എന്നുള്ള ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നു. ഷോക്ക് അബ്സറിൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്നതാണ്. അതെങ്ങനെയാണ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളത്. എനിക്കിപ്പോൾ ഞാൻ വീണ് വലിയ ആക്സിഡൻ്റ് ഒന്നും ആയിട്ടില്ലാത്ത വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്കത് ധൈര്യപൂർവ്വം ഞാൻ ബെയറിംഗ് സെറ്റാണ് നോക്കുന്നത്. ഷോക്ക് അബ്സറിൻ്റെ ലെഗും അതിൻ്റെ ഉള്ളിലത്തെ ബെയറിങ്സുമാണ് നോക്കുന്നത്. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇതുപോലെ 2 കട്ട വയ്ക്കുക ബാക്ക് ടയറിൽ. കാരണം നമ്മൾ ഷോക്ക് അബ്സറിൻ്റെ ജോയിൻ്റ് അഴിക്കുമ്പോൾ ചേസ് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ പൊക്കിയിടൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യണം കേട്ടോ. ഇപ്പുറത്ത് ഇത് 14 അപ്പുറത്ത് 17 സ്പാൻഡർ സൈസ് കേട്ടോ. ഊരിയതിന് ശേഷം ഇത് പതുക്കെ ഇങ്ങനെ തള്ളിയെടുക്കണം. അപ്പുറത്ത് തട്ടി അങ്ങോട്ട് ഊരി വരും. 14 ലൂസായി. അപ്പുറത്ത് പോയിട്ട് ഞാൻ തട്ടാട്ടോ. അങ്ങനെ പതുക്കെ ഞാൻ തട്ടി കൊടുക്കും. ഇതുണ്ടോ, ഒരു എടുക്കുക, ജോയിൻ്റ് ഇങ്ങനെ. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ബെയറിംഗ് ഉണ്ട്. ഈ ബെയറിംഗ് ഇങ്ങനെ തള്ളിയെടുക്കുക കേട്ടോ. ചെളിയും ഗ്രീസ് തീർന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലുണ്ടോ, അതാണ് ബെയറിങ്ങിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇവിടുത്തെ ബെയറിങ്ങിന് കുഴപ്പമൊന്നുമില്ല. ലെഗ് 2 ഇതും നമുക്ക് അതേപോലെ ഊരിയെടുക്കാൻ പറ്റും. ഇത് ഊരിയാൽ മതി. അതേപോലെ ഊരിയെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലും ഗ്രീസ് തരണം, ഇവിടെയും ഗ്രീസ് തരണം, ഇതിലും ഗ്രീസ് തരണം. ഇത് ക്ലീൻ ചെയ്യണം. നമ്മൾ ഫസ്റ്റ് എടുത്ത് ഈ ഹോളിൽ ഇത് ക്ലീൻ ചെയ്യണം. ഇത് ക്ലീൻ ചെയ്ത് ബെയറിങ്ങിന് കുഴപ്പമില്ലാന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രമേ ഇത് ഇടാവൂ. പിന്നെ ഇവിടെ ഒരു ജോയിൻ്റ് ഉണ്ട്, അതും അഴിക്കണം. ഷോക്ക് അബ്സർ തനിച്ച് വരും കണ്ടോ. ഈ ജോയിൻറ്റും അതും നമ്മൾ തനിച്ച് അഴിച്ച് ചെയ്ത് ഊരിയെടുത്ത് നോക്കിയതിന് ശേഷം മാത്രമേ ഇത് ഇടാവൂ. ഹായ്, നമ്മളത് അയച്ചതിന് ശേഷം ഷോക്ക് അബ്സറിൻ്റെ ഒരു അവസ്ഥ കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ, ഇതിൽ ഞാൻ പൊക്കുന്നു ഉണ്ടോ. നമുക്ക് സിമ്പിളായിട്ട് പൊക്കാനും താത്താനും പറ്റും. കാരണം അതിനുള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടുത്തെ ജോയിൻ്റ് അയച്ചില്ലേ, അതുകൊണ്ടാണ് കേട്ടോ. ജോയിൻ്റ് അയച്ചേ അതുകൊണ്ടാണ്. നല്ല മണ്ണെണ്ണയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യണത്. ഡീസലും പെട്രോളും ഉപയോഗിക്കാതല്ല, ഭയങ്കര ചിലവായതുകൊണ്ടാണ് ഞാൻ മണ്ണെണ്ണ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നത്. ഞാൻ ഏകദേശം എൻ്റെ വണ്ടികളൊക്കെ ഞാൻ മണ്ണെണ്ണ ഉപയോഗിച്ച് തന്നെയാണ് ക്ലീൻ ചെയ്യുന്നത്. അതായത് ഇതുപോലെ ഞെട്ട് ബോൾട്ടൊക്കെ ഊരുമ്പോൾ സർവീസ് ചെയ്യുമ്പോഴേക്കും ഞാൻ മണ്ണെണ്ണയ്ക്കാണ് ക്ലീൻ ചെയ്തെടുക്കുക. നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് എനിക്ക് കിട്ടാറുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മണ്ണെണ്ണ ഉപയോഗിക്കുന്നത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അഴിച്ചല്ലോ, ഷോക്ക് അബ്സറിൻ്റെ ലെഗ് അഴിച്ചല്ലോ. ഈ ലെഗ് നമ്മൾ മാറ്റുകയാണെങ്കിൽ ഏകദേശം 4500 രൂപ റേറ്റ് വരുന്നുണ്ട്. ഞാൻ മാറ്റിയപ്പോൾ എനിക്ക് 4500 രൂപയാണ് പ്രൈസ് വന്നത് അതിന് മാത്രമായിട്ട്. ഇത് നമുക്ക് ഒരിക്കലും ബെയറിംഗ് ആയിട്ട് മാറ്റാൻ പറ്റില്ല, സെറ്റായിട്ട് മാത്രമേ അത് മാറ്റാൻ സാധിക്കൂ. അപ്പോൾ അതിന് ലൈഫ് കിട്ടണമെങ്കിൽ നമ്മൾ ഇതുപോലെ ചെയ്യുക. ഇതിപ്പോൾ വേനൽക്കാലം ആയാലും മഴക്കാലം ആയാലും നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ജസ്റ്റ് ഒന്ന് അഴിച്ച് ബെയറിങ്ങൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്
മറ്റേ ലെഗിൻ്റെ ഉള്ളിലത്തെ പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞ് നീറ്റാക്കി ഗ്രീസൊക്കെ ഇട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ലൈഫ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. വൃത്തിയായിട്ട് നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ കാണിച്ചു തരാം എങ്ങനെയുണ്ട്. വളരെ നീറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനതുകൊണ്ടാണ് മണ്ണെണ്ണ ഉപയോഗിക്കുന്നത്. പിന്നെ പലർക്കും പല സ്പ്രേകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, വാങ്ങുക. എനിക്ക് മണ്ണെണ്ണയാണ് കംഫർട്ടായിട്ട് തോന്നുന്നത്, അതുകൊണ്ടാണ് ഞാൻ മണ്ണെണ്ണ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഉള്ളിൽ നമ്മൾ കാണിച്ച ജോയിൻറ്റ് വാഷറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ഇതിങ്ങനെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഗ്രീസിലൊന്ന് കുളിപ്പിച്ചെടുക്കണം. ഗ്രീസിലൊന്ന് കുളിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയാവും. ഗ്രീസിലൊന്ന് കുളിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ടൈറ്റ് ചെയ്തിട്ട് ആ ഗ്രീസ് തുടച്ച് കളയുക, അല്ലെങ്കിൽ അതിലും പൊടി അടിച്ചു പിടിച്ചിങ്ങനെ ഇരിക്കും. ഗ്രീസിൻ്റെ കാര്യത്തിൽ ആരും പിശുക്ക് കാണിക്കണ്ട, പക്ഷെ നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കാണ് അതിൻ്റെ ബെനിഫിറ്റ്, നമുക്കും വണ്ടിക്ക് നമുക്ക് പൈസ കുറച്ച് ലാഭിക്കാം. ഇപ്പോൾ ഗ്രീസ് എന്നൊക്കെ പറഞ്ഞാൽ 50 രൂപയല്ലേ ഉള്ളൂ. 4000 രൂപ കൊണ്ട് മുടക്കുന്ന സമയത്ത് ഒരു 50 രൂപ മുടക്കിയാൽ നഷ്ടം വരാനൊന്നുമില്ലല്ലോ. പിന്നെ നീറ്റായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ട് റെഡി ആക്കിട്ടോ. ക്ലീൻ ചെയ്തിട്ടിരിക്കുന്നത് കാണുന്നുണ്ടോ? ഇനി വണ്ടിക്ക് ആ ഒരു സൈഡ് വലിവ് ഉണ്ടാവില്ല. അത് വേറെ ഒന്നുമല്ല, അതിൻ്റെ ഉള്ളിലത്തെ ബെയറിങ് ഉണ്ടല്ലോ, അതായത് ഇവിടെ ബെയറിങ് വരുന്നത് ഇതിൻ്റെ അകത്ത്. ആ ബെയറിങ് ഒരുപാട് റസ്റ്റ് കയറി കഴിഞ്ഞാൽ ഇങ്ങനെ കുഴപ്പം വരും. ബെയറിങ് ഞാൻ ചേഞ്ച് ചെയ്തിട്ടില്ല, അതേ ബെയറിങ് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഭയങ്കര ചെളിയും പൊടിയായിരുന്നു. നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും, ഞാൻ കഴുകുമ്പോൾ തന്നെ എന്തോരം ചെളിയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.